മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രിക സ്വന്തം മുഖം വികൃതമായതിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നുവെന്ന് വിമർശനം. മുസ്ലിം ലീഗിന്റെ മുഖം നഷ്ടപ്പെടുന്നുവെന്ന് ഇന്നലെ മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു. അഭിജിത്ത് മുഴക്കുന്നു കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, എന്തൊക്കെയാണ് ചന്ദ്രികയുടെ വിമർശനം? വേണു, കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന NGO സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പരിപാടിയിലാണ് മുഖ്യമന്ത്രി അതിരൂക്ഷമായ ഭാഷയിൽ ലീഗിനെ വിമർശിച്ചത്. SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും മുഖമായി ലീഗ് മാറുന്നു എന്നുള്ളതായിരുന്നു വിമർശനങ്ങളിൽ പ്രധാനപ്പെട്ടത്. ഏതായാലും അതിനൊരു മറുപടി എന്ന നിലയിൽ ഇന്ന് ചന്ദ്രിക മുഖപത്രത്തിൽ അതിരൂക്ഷമായ രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും വിമർശിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം മുഖം വികൃതമാകുന്നത് മനസ്സിലാകുന്നില്ല. അതിനു പകരം ഈ പരാജയങ്ങളിലൊക്കെ അദ്ദേഹം മറ്റു പാർട്ടികളെ കുറ്റം പറയുന്ന ഒരു സമീപനമാണ് പുലർത്തുന്നത്. മോദിയുടെ ഒരു മുണ്ടുടുത്ത വെർഷനാണ് മുഖ്യമന്ത്രി എന്നും ഈ പത്രത്തിൽ, ചന്ദ്രിക പത്രത്തിലെ എഡിറ്റോറിയലിൽ വിമർശിക്കുന്നുണ്ട്. CPM നേതൃയോഗങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുയരുന്നു. പല കോണുകളിൽ നിന്ന് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുയരുന്നുണ്ട്. പക്ഷേ അപ്പോഴും മറ്റു പാർട്ടികളെ വിമർശിക്കുക, മറ്റു പാർട്ടികളെ ഇതിൽ കുറ്റപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് അതിന് മാത്രമാണ് മുഖ്യമന്ത്രി തയ്യാറാകുന്നത്. കൂടാതെ ലീഗിനെ ഒപ്പം നിർത്താനുള്ള CPMന്റെ ശ്രമങ്ങൾ, മുഖ്യമന്ത്രിയുടെ ശ്രമങ്ങളൊക്കെ തന്നെ പരാജയപ്പെട്ടിട്ടുണ്ട്. ചില സമുദായങ്ങളെ ഒന്നിച്ചു നിർത്താനായി ചില പത്രങ്ങളിൽ അശ്ലീല പരസ്യം കൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായി. ഇങ്ങനെ പല കോണുകളിൽ നിന്ന്, പല രീതിയിൽ നിന്നുള്ള വിമർശനങ്ങൾ ഏൽക്കുമ്പോഴും മുഖ്യമന്ത്രി അതിനെ ഒന്നും പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഭരണപരമായ പരാജയം CPMനുണ്ടായിട്ടുണ്ട്, മുഖ്യമന്ത്രിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും മുഖ്യമന്ത്രി ഗൗനിക്കുന്നില്ല. എല്ലാ മേഖലയിലും, ധനമേഖലയിലായാലും അങ്ങനെ എല്ലാ വകുപ്പുകളുടെ കീഴിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും മുഖ്യമന്ത്രി പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു വിമർശനം കൂടി ഏതായാലും ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട്. കൂടാതെ ഈ വെള്ളാപ്പള്ളിയുടേതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട്. ഈ നവോത്ഥാന സമിതിയുടെ ചെയർമാനായി എങ്ങനെയാണ് വെള്ളാപ്പള്ളി വന്നതെന്നും ഈ ന്യൂനപക്ഷ പ്രീണനങ്ങൾ അടക്കമുള്ള വിഷയങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വെള്ളാപ്പള്ളി നടത്തിയ പരാമർശങ്ങൾ അതൊന്നും മുഖവിലക്കെടുക്കുന്നില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഏതായാലും ഈ ഒരു ചന്ദ്രിക ദിനപത്രത്തിലെ എഡിറ്റോറിയലിൽ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശനമായി ഉന്നയിക്കുന്നുണ്ട്. വേണു, ശരി. അഭിജിത്ത് മുഴക്കുന്നാണ്, കോഴിക്കോട്.